ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പേൾ മില്ലറ്റ് റൊട്ടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഏത് പാത്രത്തിലാണോ മാവ് എടുത്തത് അതേ അളവിൽ വെള്ളം തിളച്ചതിന് ശേഷം ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് കുക്ക് എടുത്താൽ മതി. ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ്. ഇത് ഒരുപാട് നേരം വേവിക്കൊന്നും വേണ്ട. ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഇട്ടാൽ മതി. 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഫൈബർ റിച്ചാണ്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തുകാർക്കും ഈ പേൾ മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇത് ചെറിയ ഉരുളകളാക്കി പരത്തി നമ്മൾ ചപ്പാത്തിയൊക്കെ ഫുൽക്ക ചപ്പാത്തി ചുട്ടുന്നത് പോലെ ചുട്ടെടുക്കാം. ഇത് ദോശയും ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. അതുപോലെ ഉപ്മാവ്, കുറുക്കി കഴിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. ഇത് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഇതിന് നല്ല കോമ്പിനേഷനായിരിക്കും. ഇതിങ്ങനെ ഒരുപാട് കട്ടിയിലും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് നൈസായിട്ടും വേണ്ട. ഇങ്ങനെ ഒരു ഇടത്തരം ഇത് നൈസിൽ പരത്തി ചുട്ടെടുക്കാവുന്നതാണ്. ഷുഗർ പേഷ്യൻറ്റിന്, അതുപോലെ കൊളസ്ട്രോൾ, BP അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ധാന്യമാണ് ഈ പേൾ മില്ലറ്റ്. ഇത് തമിഴ്നാട്ടിൽ ഇതിനെ കമ്പ് എന്ന് പറയും, നോർത്തിൽ ബാജ്ര. ഇതിങ്ങനെ നമ്മൾ ഫുൽക്ക പൊങ്ങി വരുന്നത് പോലെ തന്നെ പൊങ്ങി വരും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് സോഫ്റ്റായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കൂ.